സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും നൃത്തരംഗത്താണ് ശാലു മേനോൻ ശ്രദ്ധ കൊടുത്തത്. കരിയറിലെ തിരക്കുകളുമായി മുന്നോട്ടു പോകവെയാണ് ചില വിവാദങ്ങൾ ശാലു മേനോനെ തേടി വരുന്നത്. ജയിലിൽ തടവുകാർക്കൊപ്പം കഴിഞ്ഞതിനെ കുറിച്ച് ശാലു മേനോൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ പ്രതിസന്ധി ഘട്ടത്തിലും താൻ പിടിച്ചു നിന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ് ശാലു മേനോൻ. ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ്, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു. ഡാൻസ് ക്ലാസ്സുകൾ എടുക്കുന്നു, പ്രോഗ്രാം. ഒരു തൊഴിൽ ദൈവം തന്നിട്ടുണ്ട്, എത്ര കാലം അതിനെ നന്നായിട്ട് കൊണ്ടുപോകാമോ അത് കൊണ്ടുപോകുക. എന്റെ പ്രശ്നങ്ങളുടെ സമയത്ത് അമ്മയും അമ്മൂമ്മയും ബോൾഡായി നിന്നു. അവർക്ക് ഉള്ളിൽ താങ്ങാൻ പറ്റുന്നില്ലെങ്കിലും എന്റെ അടുത്ത് ആ രീതിയിലല്ല നിന്നത്. ധൈര്യമായിരിക്കും, ഒന്നും പേടിക്കണ്ട, തെറ്റൊന്നും ചെയ്തിട്ടില്ലോ എന്നാണ് പറഞ്ഞത്. പുനർവിവാഹത്തിന് താല്പര്യമുണ്ടോ എന്ന ചോദ്യത്തിന് ശാലുമേനൻ മറുപടി നൽകി. ഞാൻ ഡിവോഴ്സ്ഡ് ആയി, ഇനിയൊരു കല്യാണം വേണം. അമ്മയും പറയാറുണ്ട്, എല്ലാം ഒരു പരീക്ഷണമാണല്ലോ, എല്ലാം മനസ്സിലാക്കി കല്യാണം കഴിച്ച ആളാണ് ആദ്യം, പക്ഷെ അത് ഫ്ലോപ്പായി. ഇതിനൊക്കെ ഒരു സമയമുണ്ട്, ആ സമയത്തെ നടക്കൂ. നമ്മുടേത് പ്രേമവിവാഹമായിരുന്നില്ല, വർഷങ്ങൾക്ക് മുന്നേ അറിയാമായിരുന്നു. പ്രണയത്തിൽ താൻ വിശ്വസിക്കുന്നുണ്ട് എന്നും ശാലുമേനോൻ വ്യക്തമാക്കി. എന്നെ നന്നായി മനസ്സിലാക്കുന്ന ആളായിരിക്കണം, സപ്പോർട്ട് ചെയ്യണം, പരസ്പരം എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ആളായിരിക്കണം. അത്യാവശ്യം സൗന്ദര്യം, ഭയങ്കര സുന്ദരനായിരിക്കണം എന്നില്ല. ഡിവോഴ്സ് ആയെങ്കിൽ കല്യാണം കഴിക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് പ്രപ്പോസലുകൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടെന്നും ശാലുമേനോൻ വ്യക്തമാക്കി. നടൻ സജി ജി നായരാണ് ശാലുമേനോന്റെ മുൻ ഭർത്താവ്. വിവാഹമോചനത്തെ കുറിച്ച് നേരത്തെ സജി നായർ സംസാരിച്ചിട്ടുണ്ട്. ശമ്പളം മേടിച്ചിട്ട് ജീവിക്കുന്ന അടിമയെ പോലെയാണ് തനിക്ക് വിവാഹ ജീവിതത്തിൽ തോന്നിയെന്ന് സജി ആരോപിച്ചു. വിവാഹമോചന സമയത്ത് തന്നെ കുറിച്ച് ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണെന്നും സജി പറഞ്ഞു. 2016 ഇവരുടെ വിവാഹം.